ഓക്കെ, ഞാൻ ആഡ്സ് മാനേജറിൽ നിന്ന് അവിടെ നിന്ന് ക്രിയേറ്റ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് കൊടുത്തിട്ട് എന്താണ് നമ്മുടെ ഗോള്? ഓക്കെ, ഈ നമ്മൾ ആഡ്സ് മാനേജർ വന്നൊരു ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഗോൾസ് നമുക്ക് കാണാൻ പറ്റും, ഒബ്ജക്റ്റീവ്സ് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഒരു ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പർപ്പസുകളാണ്. കാരണം നമുക്ക് പല രീതിയിൽ ആഡ്സ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് അവയർനെസ് ആഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറെ ആളുകളുടെ അടുത്തേക്ക്, ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഓഡിയൻസ് അടുത്തേക്ക് നമ്മളെ ബിസിനസ് എന്താണ്, നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്നൊരു അവയർനെസ്, അവരെ ഒന്ന് പരിചയപ്പെടുത്തുക, അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അവർ ജസ്റ്റ് നമ്മളെ കോണ്ടന്റ് കണ്ടാൽ മതി, നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, മാർക്കറ്റിംഗ് ഇങ്ങനത്തെ ആള് ഉണ്ട് എന്ന് കുറച്ച് പേരെ അറിയിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ആ ഒരു പർപ്പസ് ആണ് നമുക്ക് ഉള്ളതെങ്കിൽ നമുക്ക് അവയർനെസ് ക്യാമ്പയിൻസ് ചെയ്യാം. അവിടെ കണ്ടോ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവയർനെസ് ക്യാമ്പയിൻസ് ഗുഡ് ഫോർ റീച്ച്, ബ്രാൻഡ് അവയർനെസ്, വീഡിയോ വ്യൂസ്, സ്റ്റോർ ലൊക്കേഷൻ അവയർനെസ്. ജസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രോഡക്റ്റിനെ കാണിക്കുക എന്ന് കൊണ്ട് മാത്രമേ നമ്മളോട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അതല്ല, നമുക്ക് ട്രാഫിക് ക്യാമ്പയിൻസ്, ഇപ്പൊ നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അപ്പൊ വെബ്സൈറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരണം. അപ്പം കാരണം ഈ ഓരോ ഒബ്ജക്റ്റീവിനും അതനുസരിച്ചുള്ള കസ്റ്റമൈസേഷൻസ് ഈ ക്യാമ്പയിനകത്ത് വരും. അതുകൊണ്ടാണ് ഈ ഓരോ ഒബ്ജക്റ്റീവ്സും അവർ നമുക്ക് ചൂസ് ചെയ്യുന്ന കാര്യം പറയുന്നത്. ഇപ്പം ട്രാഫിക് ക്യാമ്പയിൻസ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റോ ലാൻഡിംഗ് പേജുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വിസിറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആഡ് ചെയ്തിട്ട് നിങ്ങളെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലേക്ക് വിസിറ്റ് കൊണ്ടുവരണം ആളുകളെ. നിങ്ങൾ ഇപ്പൊ നമ്മൾ മെറ്റയുടെ ബാക്ക് എൻഡിൽ ആഡ് ചെയ്ത് ആളുകളെ ഇൻസ്റ്റയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മെസ്സഞ്ചർ പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. അങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാഫിക് ക്യാമ്പയിൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് എന്തിനൊക്കെയാണ് നമ്മൾ ട്രാഫിക് ക്യാമ്പയിൻ ചെയ്യുന്നത്. അതേപോലെ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇതിൽ കൂടെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആഡുകളായിരിക്കും. എന്ന് പറയുന്നത് ആളുകളായിട്ട് നമുക്കൊരു കോൺവെർസേഷൻ വാട്സപ്പിലോ നമുക്ക് വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരു കോൺവെർസേഷൻസ് ചാറ്റ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ കോൺവെർസേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഇത്ര മിനിറ്റ് ആളുകൾ കാണണം, ഒരു 3 സെക്കൻഡ്സ് കാണണം, അല്ലെങ്കിൽ 15 സെക്കൻഡ്സ് ആളുകൾ കാണണം. അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഗോൾസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സ്, നമ്മുടെ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോസ്റ്റോ വീഡിയോ ഒക്കെ ഇട്ടു, അതിന് കുറച്ച് ലൈക്സ് വരണം, കമന്റ്സ്, എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഈ ലൈക്സ് ആവാം, ഷെയർസ് ആവാം, അങ്ങനെ എന്തെങ്കിലും എൻഗേജ്മെന്റുകൾ വന്നാൽ മതി. അത് കണക്ക് കോൺവെർസേഷൻസ്, കോൾസ്, ഇപ്പൊ നമ്മൾ കോൾ ബട്ടൺ കൊടുത്തിട്ട് ഈ ആഡ് കണ്ട ആൾക്കാർ കോൾ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഗോളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻഗേജ്മെന്റ് ക്യാമ്പയിൻസ് കൊടുക്കാം. ഓക്കെ, ഇനി അതല്ല, ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ലീഡ്സ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് എന്താ, ലീഡ് സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ലീഡ്സ്, കസ്റ്റമറിന്റെ ലീഡ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ഫോംസ് ആയിട്ട് ഇപ്പൊ നമ്മൾ ആഡ് കണ്ടിട്ട് ഒരാൾ നമ്മുടെ ഒരു CTA, കോൾ ടു ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോം പോപ്പപ്പ് ചെയ്ത്, നിങ്ങൾക്ക് പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ചില ആഡ് കണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഡേറ്റ ഫില്ല് ചെയ്യുന്ന ഒരു ഫോം, ചെറിയൊരു പോപ്പപ്പ് ഫോം വരും. അവിടെ നമ്മളെ മാനുവൽ ഡേറ്റ എൻ്റർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലുള്ള ഡേറ്റ തന്നെ അവിടെ ഫെച്ച് ചെയ്ത് വെക്കും. ആ ഡേറ്റ നമ്മൾ വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റ ഫേസ്ബുക്ക് എടുക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് നമുക്ക് എവിടെ കിട്ടും, നമുക്ക് ഈ പറയുന്ന ആഡ്സ് മാനേജറിലും ആ കസ്റ്റമറിന്റെ ഡേറ്റ ഇവിടെ കിട്ടും. അങ്ങനെ ഇൻസ്റ്റന്റ് ഫോം വെച്ചിട്ട് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ മെസ്സഞ്ചർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടും നമുക്ക് ലീഡ്സ് കളക്ട് ചെയ്യാം. അതെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റം ചാറ്റുകളൊക്കെ കൊടുത്തിട്ട് മൾട്ടിപ്പിൾ ചാറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആളുകളായിട്ടൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് അങ്ങനെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. അത് കണക്ക് കോൾസ്, ഇവിടെയും നമുക്ക് കോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ലീഡ്സ് ക്യാമ്പയിനിൽ. പിന്നീടുള്ളത് ആപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു ബിസിനസ്സിന് ഒരു ആപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻസ്റ്റാള്, അതിനൊക്കെ ആപ്പിൽ എന്തെങ്കിലും ഇവന്റ്സ്, അതൊക്കെയാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ആപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. പിന്നീട് ഒരു സെയിൽസ് ക്യാമ്പയിൻസ് ബേസിക്കലി ഉപയോഗിക്കുന്നത് നമുക്ക് വെബ്സൈറ്റിലെ കാറ്റലോഗുകൾ, നമ്മുടെ വെബ്സൈറ്റിലെ കാറ്റലോഗുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഫേസ്ബുക്കിൽ തന്നെ കൊമേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലെ കാറ്റലോഗുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാറ്റലോഗുകൾ വഴി നടക്കുന്ന സെയിൽ ആയിരിക്കും അവിടെ എന്താ ചെയ്യുക, അവര് ട്രാക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ആഡ് കണ്ടിട്ട് ഇത്ര സെയിൽ നടന്നു, ഇത്ര വാല്യൂ സെയിൽ നടന്നു, അതായിരിക്കും അവിടെ അവർ മെഷർ ചെയ്യുന്നത്. അപ്പം അത്തരം കാറ്റലോഗുകളൊക്കെയാണ് നമുക്ക് സെല് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാറ്റലോഗ് വഴിയാണ് നമുക്ക് സെയിൽസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെയിൽ ക്യാമ്പയിൻ സെറ്റ് ചെയ്യാം. അത് ഈ പറയുന്ന രീതിയിൽ വെബ്സൈറ്റോ അല്ലെങ്കിൽ മെറ്റയുടെ തന്നെ കൊമേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലൊക്കെയാണ്, കൊമേഴ്സ് എന്ന സെക്ഷനിൽ ഒരു കാറ്റലോഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അത്തരം ആഡ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.